ആദ്യം അള്ളാഹു താല ഉണ്ടാക്കിയത് ഏതാണെന്ന് വഹാബി പറയട്ടെ. ഏതുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരോട് എന്ത് ചോദിക്കാം, വെക്കാനൊരു സ്ഥലമാണ്. എവിടെ വെച്ച് ചോദിക്കാലോ. തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഇല്ലാമൻകാന ഹൂദൻ ഔ നസാറ, ജൂതനോ നസാറോ അല്ലാതെ ഉണ്ടാവും. ഇങ്ങനെ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും? അതിന് തൊട്ട് മുമ്പ് എന്തുണ്ട്? ഖാലു, ജൂതന്മാർ പറഞ്ഞുന്നുണ്ട്. ജൂതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഉദ്ധരിക്കണേ. അച്ചുതണ്ടിൽ കറങ്ങാന്ന് പറഞ്ഞേ. അപ്പൊ ഈ അച്ചുതണ്ട് സാങ്കല്പിക്കാണ്, ഇതില്ല. തൽക്കാലം ചെന്ന് ഉണ്ട് സങ്കല്പിച്ച് നോക്കുക, ഉണ്ടെന്ന് വെച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ ആ അച്ചുതണ്ട് എവിടെ വെച്ച് ചോദിക്കാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മങ്കുസ് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉസ്താദ്, എന്താണ് മങ്കുസ് മൗലിദ് ഓതുന്നതിൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ് അത് ഓതേണ്ടതും, അതിലെ ഒരു മങ്കുസ് മൗലിദ് വരികളിലെ ശരി വായന എന്ന് പറയുമ്പോൾ തന്നെ അതെങ്ങനെ ഓതണം എന്നത് സംബന്ധിച്ച് വലിയൊരു ചർച്ച, ഒരു വിഷയമാണത്. എന്താണത്? മങ്കൂസ് മൗലിദ് എന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നമുക്ക് രചിച്ചു നൽകിയതാണ് എന്നാണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം കൂടുതൽ പറയുന്നില്ല. അതായത് നാട്ടിലിങ്ങനെ വളരെ വലിയ വസൂരി പിടിപെട്ട് ആളുകൾ ഇങ്ങനെ തുടരെ മരിക്കുക. ഒരാൾ മരിച്ചിട്ട് അയാൾ കൊണ്ടുപോയി മറയുമ്പോഴത്തിന് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവൻ വസൂരി വരിക, അടുത്ത ദിവസങ്ങൾ അവർ മരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആളുകൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിനെ സമീപിച്ചുകൊണ്ട് അന്ന് മൂപ്പര് ഈ മൗലിദ് പാരായണം ചെയ്യാൻ പറയുകയും അങ്ങനെ നാട്ടിൽ നിന്ന് ഈ രോഗമൊക്കെ എടുത്തു കളയപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്ന ഒരു ചരിത്രം. പറഞ്ഞു പോരുന്ന ചരിത്രം എന്ന് ഞാൻ പറയാനുള്ള ഏത് കിതാബിലുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ അത് കിതാബ് പറയില്ല. നമ്മൾ എല്ലാ ഈ ചരിത്രങ്ങളും കിതാബും ഒക്കെ കിട്ടണമെങ്കിലോ കിതാബ് ഒരാൾ എഴുതിയേക്കുന്നതും പറഞ്ഞിരുന്നതൊക്കെ കണക്കാനല്ലേ. അപ്പോൾ അത് പറഞ്ഞു കേട്ട ചരിത്രം മതി, അതിന് കിതാബ് തന്നെ വേണമെന്നില്ല. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്, ചരിത്രമാണ്. എൻ്റെ നാട്ടിൽ നിന്ന് സംഭവം ഞങ്ങൾ പറഞ്ഞിരുമ്പോൾ അതിന് ഏത് കിതാബ് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഉസ്താദ്മാരുടെ കേട്ടുവന്ന ചരിത്രമാണ് പറഞ്ഞതെന്ന് ഞാൻ അത്ര പറയാനുള്ള കാരണം. അപ്പോൾ മങ്കൂസ് മൗലിദ് പിന്നെ മൊത്തത്തിൽ അവർ വിമർശിക്കുന്ന കൂട്ടത്തിൽ വളരെ പലപ്പോഴും അവർ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന മൗലിദ് മങ്കൂസ് മൗലിദാണ്. അതുകൊണ്ട് മങ്കൂസ് മൗലിദിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുക. അങ്ങനെയല്ലോ, കൂടുതൽ ആളുകൾ അറിഞ്ഞ ആൾക്കാണല്ലോ വിമർശനം വരിക. ആരും വരാതിന് മുമ്പിൽ ഉള്ള ആൾക്ക് വിമർശനം വരില്ല. അല്ലെങ്കിൽ പഴയ കാലത്ത് പറഞ്ഞതുപോലെ മാങ്ങുള്ള മാവിനാണ് ഏറുള്ളൂ. അപ്പം അതുകൊണ്ട് മങ്കൂസ് മൗലിദിനെ കൂടുതൽ വിമർശിക്കുക. അപ്പം അതിൽ ചോദിക്കുന്ന മങ്കൂസ് മൗലിദിൽ ഉദാഹരണത്തിന് തുടങ്ങുന്നത് തന്നെ സുബ്ഹാനല്ലദി അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയുൽ ഹുദ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ്. ഇത് തന്നെ ഒരു വലിയൊരു വിമർശനം. വഔജദ നൂറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിന് അല്ലാഹു തആല ഉണ്ടാക്കി, സൃഷ്ടിച്ചു. ഖബല ഖൽഖിൽ ആലമി, ആലമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ആലം എന്ന് പറഞ്ഞാൽ മാസിബല്ല, അള്ളാഹു അല്ലാത്ത എല്ലാ സാധനത്തിൻ്റെ പേരാണ് ആലം. അള്ളാഹു അല്ലാത്ത ബാക്കി മൊത്ത സാധനത്തിൻ്റെ പേരാണ് ആലം. അപ്പം അള്ളാഹു മാത്രമുള്ള ഒരു സമയം, അള്ളാഹു മാത്രമേ ആദ്യം ഉള്ളൂ, ബാക്കിയൊക്കെ അള്ളാഹുവിനെ സൃഷ്ടിയാണല്ലോ. അപ്പോൾ അള്ളാഹു ഫസ്റ്റ് തന്നെ ഈ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, അങ്ങനെ ഈ നൂറുണ്ടാക്കിയിട്ട് അള്ളാഹു തആല ഈ പ്രകാശത്തെ എവിടെ വെച്ചു? അത് സ്ഥലമില്ലല്ലോ, അറസ്റ്റില്ല, കുറിച്ചില്ല, സ്വർഗ്ഗമില്ല, നരകമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് എവിടെ അള്ളാഹു തആല വെച്ചു എന്നാണ് ഈ ചോദ്യം. ഇവർ വലിയൊരു ചോദ്യമായിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. സ്ഥലം കിട്ടൂല. സത്യത്തില് ഇത് യുക്തിവാദിന്റെ ചോദ്യമാണ്. നമ്മൾ ഇത് മാറ്റി വെക്കുക. ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ മറ്റൊരു തലത്തിൽ പറയാം. അള്ളാഹു തആലനെ ആദ്യം ഉള്ളതെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? വഹാബിൽ വിശ്വസിക്കണ്ടല്ലോ, ബാക്കിയൊക്കെ ഉണ്ടാക്കിയാണല്ലോ. ഇനി അവൻ പറയട്ടെ ഏതാണ് ആദ്യം ഉണ്ടാക്കിയെന്ന്. ആദ്യം അള്ളാഹു തആല ഉണ്ടാക്കിയത് ഏതാണെന്ന് വഹാബി പറയട്ടെ. ഏതുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരോട് എന്ത് ചോദിക്കാം, വെക്കാനൊരു സ്ഥലമാണ്. എവിടെ വെച്ച് ചോദിക്കാലോ. എവിടെ വെച്ചു എന്നുള്ള ചോദ്യം ഇതിന് ഉത്തരം പറയാതിരിക്കോ നിഷേധിക്കോ ചെയ്യുകയാണെങ്കിൽ നൂറിനെ കുറിച്ച് എത്തും. ഈ 100 വെക്കുന്ന അതേ ചോദ്യം അപ്പൊ അവർക്ക് എന്ത് ഉത്തരം പറയാം? എവിടെ വെച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം വേറെ ഒരു എവിടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വേണ്ട, ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ അതിന് മൊത്തത്തിൽ ഉത്തരം എന്താണ്? അള്ളാഹു തആലക്ക് വെക്കാൻ സ്ഥലത്തിന്റെ ആവശ്യമില്ല. നമുക്ക് അള്ളാഹു തആല ഒരു സ്ഥലത്തെ വെക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി അത് യുക്തിവാദി ചോദിച്ചാൽ നമുക്ക് മറുപടി വരാട്ടോ. തൽക്കാലം യുക്തിവാദി അള്ളാഹ്ക്ക് സ്ഥലത്തിന് ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ യുക്തിവാദിക്ക് അത് മറുപടി ആവില്ല. മറുപടി ആയിരിക്കാവുള്ളൂ, വഹാബിക്കാണ്. കാരണം വഹാബി അള്ളാഹിനെ വിശ്വസിക്കണ്ടല്ലോ. യുക്തിവാദിൽ ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം, എന്നാൽ അള്ളല്ല നിങ്ങൾ വിശ്വസിച്ചോളി. എന്നിട്ട് ഇവിടെ ലോകത്തിലെ ഏതൊരു സാധനത്തിന് വെക്കാനും സ്ഥലമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. തൽക്കാലം നമ്മളെ ഭൂമിനെ നമ്മൾ സങ്കല്പിക്കാം. നമ്മളെ ഭൂമി ഇപ്പം എന്തുമേൽ വെച്ചേ? ഒരു സാധനത്തിന്മേൽ വെക്കാൻ പറ്റില്ല. ഭൂമി എന്തുമേൽ വെച്ചു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങാന്ന് പറഞ്ഞേ. അപ്പൊ ഈ അച്ചുതണ്ട് സാങ്കല്പിക്കാണ്, ഇതില്ല. തൽക്കാലം ചെന്ന് ഉണ്ടെന്ന് സങ്കല്പിച്ച് നോക്കുക, ഉണ്ടെന്ന് വെച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ ആ അച്ചുതണ്ട് എവിടെ വെച്ച് നോക്കാലോ. അവസാനം ഒരു സാധനം അത് ഒന്നുമിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും, ആ സാധനം എവിടെ വെച്ചു നോക്കും. അവസാനം ഒരു സാധനം വെറുതെ നിന്തെങ്കിലല്ലേ അതിന് മുകളിൽ ബാക്കി വെക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലായി ചെറിയ ലോജിക്കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഇനി അള്ളാഹിനെ വിശ്വസിച്ചോളുന്നില്ല. എവിടെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ വെക്കാൻ കഴിയണമെന്നിനെ, എന്നിട്ട് അതിന്റെ മുകളിൽ അത് വെച്ചു, ഇത് വെച്ചു, ഇനി ഭൂമി എന്റെ മുകളിൽ വെച്ചു എന്ന് പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ ഭൂമി വെച്ചൊരു സാധനം ഉണ്ടെങ്കിൽ അതാണെന്ന് പറയാം.
ഈ ഓരോന്നിന്റെ മുകളിൽ ഓരോന്ന് വെച്ചിങ്ങനെ വരണമെങ്കിൽ താഴെ ഒരു സാധനം എന്ത് വേണം? ഉണ്ടാവും. ഒന്നുമല്ലാതെ നിൽക്കണ്ടേ ഒരു സ്ഥലത്തല്ലാതെ. അവനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലം എവിടെയെന്ന് ഇവിടെ ചോദിക്കൂലേ, ആ സ്ഥലം എവിടെ വെച്ചു എന്നല്ലേ. ചോദ്യം അപ്പോ അവസാനിക്കൂല. ആ ചോദ്യം അവസാനിക്കൂല. അതിന് നമ്മളെ കിതാബിൽ തസൽസുൽ എന്ന് പറയും. തസൽസുൽ മഹാലാണ്, അത് ഒരിക്കലും ഉണ്ടാവേണ്ട സംഭവമല്ല. അപ്പൊ ഏതോ ഒരു സാധനം ഒന്നുമല്ല അത് വെക്കണം. അത് യുക്തി കൊണ്ട് അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോകം നിലനിൽക്കൂല. ഈ വഹാബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് വെക്കാനൊരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹിന്റെ കഴിവ് നിഷേധിക്കാണ്. നമുക്ക് അള്ളാഹു തല വെച്ച് തന്നൊരു സംവിധാനം, ഈ സംവിധാനം മാത്രമേ അള്ളാഹ്ക്ക് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കണം അവരെല്ലാത്തിലും. ഭൂമിയിൽ മനുഷ്യന് സാധാരണഗതിയിൽ വെച്ച ചില സംഭവങ്ങളുണ്ട്, ആ സംഭവങ്ങൾ മാത്രമേ അള്ളാഹ്ക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു തല ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ തകർന്നു പോകും. ഒരു മുസ്ലിമിന് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല നമ്മളെ സ്വർഗത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, ഇതിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരണം. മഷറിനെ കുറിച്ച്. ഇപ്പോൾ മഷറ പഴയ കാലത്ത് ഉസ്താമാർ പറയണ്ട, ഒരു കോഴിമുട്ടണ്ട് ഉരുട്ടിയാൽ ആ തല വരെ എത്തുന്നറിയാം. ഞാൻ നിരന്നിട്ടാണ് മഷറ. അപ്പൊ അതിന് മുകളിൽ ആളുകൾ ഇങ്ങനെ നിൽക്കാണ്. ഒരാള് വിയർപ്പ് ഫുൾ മുങ്ങിക്കാം, വേറെ ആള് തീരെ വിയർപ്പില്ല, അടുത്ത ആൾക്കാർക്ക് അരവരെ വിയർപ്പ്. ഇത് വാട്ടർ ലെവലിലേ നിൽക്കുള്ളൂ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഭൂമിക്ക് കുണ്ടില്ല, കാരണം ഭൂമി നിരന്നിട്ടാണ്. പിന്നെ വാട്ടർ ലെവലിൽ നിൽക്കുള്ളൂ. ഒരാൾ വിയർപ്പ് മുങ്ങി അടുത്ത ആൾ മുങ്ങണ്ടേ, അല്ലെങ്കിൽ വെള്ളം ഒഴിഞ്ഞോണ്ടേ. അപ്പൊ അള്ളാഹ്ക്ക് വാട്ടർ ലെവലല്ലാതെ നിർത്താനും കഴിയും, ലെവലിൽ നിർത്താൻ പറ്റും. ഇവിടെ അള്ളാഹു താൻ ലെവലിലാണ് നിർത്തിയത്, അവിടെ അല്ലാതെ നിർത്തും. എന്തും സാധ്യം, മുംകിനാകുന്ന ഏത് കാര്യവും അള്ളാഹു സാധ്യമാണ്. ഫീലുക്കുല്ലി മുംകിൻ തുർക്കുഹു എന്ന് അള്ളാഹിന്റെ സിഫാത്ത് പറയാം. അപ്പൊ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയും. അതിന് ഇത്രേ പറ്റുള്ളൂ, ഇത്ര പറ്റൂല എന്നൊരു പരിധി വെക്കുന്നതുകൊണ്ടാണ് ഇത് എവിടെ വെച്ചത്, എവിടെ വെച്ചു എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റാത്ത യുക്തിവാദിക്ക് ചോദിക്കാം. യുക്തിവാദി ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു യുക്തിപരമായ മറുപടി പറയാം, മറുപടി ഉണ്ട്, പക്ഷെ അവൻ ചോദിക്കാം. ഇവർ ഒരു മുസ്ലിം ആയ ഒരാളെ എങ്ങനെ ഇത് ചോദിക്കും? ഓന് വേണമെങ്കിൽ അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചതിന് തെളിവില്ല എന്ന് വേണം ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ തെളിവുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ പറയാം. അത് പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹു തആല സൃഷ്ടിച്ചത് നൂറുക യാ ജാബിർ, റസൂൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് യാ ജാബിറേനോ. ചിലപ്പോൾ അവർ ലൈഫാന്ന് പറയും, അവർക്ക് ഇപ്പോൾ അത് മതി. നമുക്ക് ചരിത്രപരമായ കാര്യം സ്ഥിരപ്പെടാൻ അത് മതി ആവശ്യത്തിന്. ഹദീസ് സ്ഥലത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കാമണിക്കൂർ സംസാരിക്കാൻ പറ്റില്ല, അതെ, സംസാരിക്കാൻ ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമാകുന്ന തെളിവുണ്ട്. അവൾക്ക് അത് ആവശ്യമില്ല, വിശ്വസിച്ചോളുന്നില്ല. അവർക്ക് തോന്നുകയാണ് ആ തെളിവ് അംഗീകരിക്കൂല, എന്നവർ വിശ്വസിക്കണ്ട. പക്ഷെ ഇത് സാധിക്കൂല, ഇങ്ങനെ അള്ളാഹ്ക്ക് സാധിക്കൂല, അങ്ങനെ ഉണ്ടാവൂല, ഇതൊരു അസംഭവ്യാണ് എന്ന് പറഞ്ഞത് ബുദ്ധിശൂന്യാണ്. ഒരു മുസ്ലിമിന്റെ ഒക്കെ അങ്ങ് ചോദ്യമേ വരാൻ പാടില്ല. യുക്തിവാദിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മറുപടി മങ്കൂസ് മൗലിദിൽ ആദ്യമായി വിമർശിക്കുന്ന വിഷയതാണ്. പിന്നെ രണ്ടാമത് ആ വരിയാണ് അവർ കാര്യമായിട്ട് ഉന്നയിക്കാറ്. വേറെ വരികൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്നതാണ്. നബിതങ്ങളോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, അപ്പൊ അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ തേടേണ്ടത്, നബിതങ്ങളോട് ചെയ്യാനുള്ളത് അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ അവർ പിഴപ്പിക്കുന്ന ഒരു വരി. അതാണ് ഇർത്തകബ്തു അലൽ ഖത്ത എന്നുള്ളത്. ആ വരിയെ കുറിച്ചാണ് ഇപ്പോൾ അടുത്ത വരികളിൽ അതെങ്ങനെ ശരിയായിട്ട് വായിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ അടുത്തത് പറയാനുള്ളത്. അപ്പോൾ ഇർത്തകബ്തു അലൽ ഖത്ത, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. വൈറ ഹസിലിൻ വഅദദ്, എണ്ണവും കണക്കൊന്നും ഇല്ലാത്ത തെറ്റുകൾ നമ്മൾ ചെയ്തു. ലക്ക ആസ്കു നബിയെ, നിങ്ങളിലേക്ക് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു, ശിക്കായത്ത് ബോധിപ്പിക്കുന്നു. ഇതാണ് ഇപ്പോൾ പ്രശ്നം. അപ്പോ ഇത് എങ്ങനെ നബിതങ്ങളോട് ശിക്കായത്ത് പറയാ? ദോഷം പൊറുക്കണാണ് അള്ളാഹു അല്ലേന്നാ. ദോഷം അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഒക്കെ അള്ളാഹു ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനി ഇത് ദോഷം പൊറുക്കണം മാത്രം അള്ളേന്ന് പറയേണ്ട അവസ്ഥയില്ല. ഭക്ഷണം തരുന്ന അള്ളാഹു ആയിട്ട് ഉമ്മാനോട് ഭക്ഷണം ചോദിക്കണമെങ്കിൽ പിന്നെ ദോഷം പൊറുക്കുന്ന അള്ളാഹുവിനെ അല്ലാത്തോട് ചോദിക്കാലോ. ഇനി ഇത് വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ തന്നെ പര്യാപ്തമാണ്. നബിയോട് നമ്മൾ അതെ, നബിയോട് ചോദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം അല്ല, അത് വേറെ ഉണ്ട്. അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇവർ ഇത് പറയണത്. ഷഫാത്ത് ചോദിക്കുന്ന പോലും പ്രശ്നം തന്നെയാണ്. അടുത്ത ബൈത്തിൽ അഷഫാത്ത് അബിലന, ഞങ്ങൾ ഷഫാത്ത് തരുന്ന നബിതങ്ങൾ ചോദിക്കുന്നു പറയുന്നുണ്ട്, അതും പ്രശ്നമാണ് അവരെടുത്ത്. അല്ല, ഇനി ഷഫായത്ത് ചെയ്യുന്ന ആൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നുള്ളത് വിശ്വാസിയുടെ വിശ്വാസമാണല്ലോ. അതെ, ഷഫായത്ത് നബിമാർക്കും അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഒക്കെ ഉണ്ട്. ഷഫായത്തിനൊഴുതുമ ഏറ്റവും വലിയ ഷഫായത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ ഷഫായത്ത് നബിതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന കാര്യം അവർ വിശ്വസിക്കുന്നു. പക്ഷെ ചോദിക്കൽ അള്ളാഹിനോട് മാത്രം എന്നുള്ളതാണ് പോലെ പ്രശ്നം. എന്താണ് നിങ്ങൾ കഴിവ് നിങ്ങളോട് ചോദിച്ചാൽ? കഴിവുണ്ടാകലല്ലേ അള്ളാഹിനോട് തുല്യാകാന്ന് ചോദിക്കാലാ പ്രശ്നം. ശിർക്ക പോയി പറയണത് കഴിവ് നിങ്ങളതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അള്ളാഹിനെ പോലെ കഴിവുണ്ട്, പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ ശിർക്കാവും എന്നാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ്.
ഈ പങ്ക് ചേർക്കാൻ നിങ്ങൾക്കും കൈവുണ്ട് അള്ളാഹും കൈവിട്ട് വരുമ്പോൾ തന്നെ പങ്കായി ചോദിക്കുമ്പോഴല്ലോ പങ്ക് വരുന്നത്. വരുന്നില്ല. ഇതൊക്കെ ഒരു വിഡിത്താണ് ഏതാട്ടെ. അപ്പൊ ഇത് നമുക്ക് ഇതിനു വേണ്ടി മാത്രമായിട്ട് തെളിവ് പറയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു വലു അന്നഹും യദ്ലമു അൻഫുസകും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വലു അന്നഹും തീർച്ചയായിട്ടും അവർ യദ്ലമു അവർ അക്രമം വരച്ച അംഫുസഹും അവരുടെ ശരീരങ്ങൾ യദ്ലമു അംഫുസഹും ജാഊക നബിയെ നിങ്ങളരികിലേക്ക് അവർ വരണം. ഖുർആന പറഞ്ഞത് ജാഊക. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവരോട് റസൂലും പൊറുക്കലിനെ തേടണം. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ അള്ളാഹുവിനെ അവർക്ക് വല്ലാണ്ട് തൗബ സ്വീകരിക്കുന്നതായിട്ടും കരുണ ചെയ്യുന്നതായിട്ടും എത്തിക്കുന്നതാണ് ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ തെറ്റ് ചെയ്താൽ എവിടെ പോകണമെന്ന് ഖുർആൻ പറഞ്ഞു? ജാഊക നബി തങ്ങളത്തേക്ക് ചെല്ലണമെന്ന് കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു. തെറ്റ് ചെയ്താൽ റസൂലിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അവർ റസൂലിൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് റസൂലിനോട് നമ്മൾ അള്ളാഹു പൊറുക്കലിനെ തേടണം, റസൂൽ ചോദിക്കണം. പക്ഷെ റസൂലിനോട് ചോദിക്കണം എന്നവിടെ പറഞ്ഞില്ല എന്നാ ആയത്തിൽ. ഇപ്പോൾ റസൂലിനോട് ചോദിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് ഇപ്പോൾ വലിയൊരു അപകടമായിട്ട് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് അതിനൊക്കെ വലിയ പ്രശ്നമല്ലേ? നിങ്ങൾ റസൂലിന്റെ അടുത്ത് പോയി ഇങ്ങോട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി, പിന്നെ റസൂൽ എങ്ങനെ ഇപ്പം നിങ്ങൾ ചെയ്തു എന്ന് തെറ്ററിഞ്ഞത്? നിങ്ങളെ കൽബോക്കാൻ റസൂലിന്റെ കാര്യം എന്നാണ് അതിനേക്കാണ് വലിയ ചെറുക്കാവൂലേ? നിങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖുർആനിൽ എത്രയേ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ഇങ്ങനത്തെ അവസരങ്ങൾ ബാക്കി നമ്മൾ സങ്കല്പിച്ചു കൊടുക്കേണ്ടി വരും. നബിതങ്ങൾ അവിടേക്ക് ചെന്നു. നബിതങ്ങളത്തേക്ക് തെറ്റി തങ്ങൾ റസൂലിന്റെ റൗള ചെല്ലുക. റൗള ശരീഫ് നിങ്ങൾ അള്ളാഹിന്റെ പൊറുക്കലിനെ തേടുക. ആ റൗളയെ കിടക്കുന്ന റസൂലുള്ള നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് അള്ളാഹിന്റെ പൊറുക്കലിനെ തേട് ചെയ്യാന്ന്. അപ്പൊ അവർ പറയണേ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ റസൂലിനെ തേടുക എന്നാണ്. ഇതിനെക്കാണ് വലിയ അപകടമല്ലേ അവർക്ക്? അപ്പൊ അവരുടെ ഒരുപാട് വാദങ്ങൾ അവിടെ പൊളിയാ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാലേ. ചോദിക്കാതെ തന്നെ റസൂൽ എങ്ങനെ പിന്നെ റസൂൽ അറിയണേ? ഒരാളെ അടുത്ത് നിന്നിട്ട് അള്ളാഹിന്റെ പൊറുക്കലിനെ തേടി റസൂൽ അറിയും. റസൂലിന് പറയണ്ടേ? അപ്പൊ അത് റസൂലിന് പറയണമെന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല. റസൂൽ പൊറുക്കലിനെ തേടി റസൂലിന്റെ അടുത്തേക്ക് പോകും ചെയ്യാ, റസൂൽ പൊറുക്കലിനെ തേടും ചെയ്യാതെ പിന്നെ പറഞ്ഞിട്ടാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അത് ചെറിയ ബുദ്ധിയോട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ അത് അങ്ങനെയാണ്. ഇനി അതിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ആയത്തിന് തഫ്സീറിൽ ഇവിടെ ഇവർ പറയുന്നൊരു പരിപാടി ഉണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തേക്കാണ് ഈ പറഞ്ഞത് മരിച്ചിട്ട് ബാധകല്ല. എന്നാൽ ഇത് ഇവരെ വകയാണ്. എവിടെ മരിച്ചിട്ട് ബാധകല്ല എന്ന് എവിടുന്ന് കിട്ടി? എവിടുന്നാണിത് മരിച്ചിട്ട് ബാധകല്ലെന്ന് അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അവരുടെ വക പറയണം. നമുക്ക് മരണാനന്തരം ഒരു ആയത്തിലൊരു കാര്യം പറഞ്ഞാൽ അത് വ്യാപക അർത്ഥത്തിലാണ്, പ്രത്യേക ഒരു സ്ഥലത്തേക്ക് അല്ലാന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് മാത്രമല്ലല്ലോ ആയത്തിറങ്ങിയത്, എല്ലാ കാലത്തേക്കുള്ള ആയത്തല്ലേ. അതിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. ഇനി അതിന് തഫ്സീറുകൾ പരിശോധിച്ചാൽ ഉദാഹരണത്തിന് ഇബ്നു കസീറിൽ കാണാം ഒരു സംഭവം. ഇബ്നു കസീറിൽ തങ്ങൾ കാണാം ഉത്ബി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ നേരത്തിൽ ഒരാൾ വന്നിട്ട് റസൂലിൻ്റെ അടുത്ത് റൗളയിൽ ചെന്നിട്ട് പറയാണ്, എന്ത് നബിയെ ഞാൻ വലവന്നഹും ഇല്ലറും ഫുസവും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞ ആയത്ത് കേട്ടിട്ട് വന്നതാണ്. ദോഷം ചെയ്താൽ നിങ്ങളത്തേക്ക് വരണം, പൊറുക്കലിനെ തേടണമെന്ന് കേട്ടിട്ട് വന്നതാണ് ഞാനിതാ നബിയെ നിങ്ങളോട് അള്ളാഹുവിനെ പൊറുക്കലിനെ തേടുന്നു, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. ഇന്നാൾ കൃത്യമായി പറയണേ, ഞാൻ വന്നത് മുസ്തഗ്ഫിറൻ നബി എന്ന് പറഞ്ഞ് നബി നിങ്ങളോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടുകയാണ്. ഈ ആയത്ത് ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് ഈ ആയത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മരിച്ചതിൻ്റെ ശേഷം ബാധകാന്ത അവിടെ തഫ്സീർ കൊടുത്തേ. അപ്പോൾ ഇവരവിടെ പറഞ്ഞ മറുപടി ഉണ്ട്. ഓല് പറഞ്ഞു നമ്മൾ അതിൻ്റെ പറഞ്ഞു പോകണല്ലോ, അത് ഒരു ഉത്തുബിതങ്ങളെ സംഭവമാണ്, അതും തെളിവിന് പറ്റൂല. യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവം അല്ല നമ്മളെ തെളിവ്. ഇവർക്ക് നമ്മൾ എന്താ പറയണത് തന്നെ മനസ്സിലാണില്ല. ഈ സംഭവം അല്ല നമ്മളെ തെളിവ്. പിന്നെന്താ നമ്മളെ തെളിവ്? ഈ ആയത്താണ് നമ്മളെ തെളിവ്. ഈ ആയത്ത് മരണാനന്തരവും ബാധകമാണ് എന്നാണ് ആര് മനസ്സിലാക്കിയത്? ഇബ്നു കസീർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ ഇബ്നു കസീർ ഈ ആയത്തിൽ ഉദാഹരണം കൊണ്ടുവന്നത്. ഇത് ഇനിയുള്ള സംഭവം ഇല്ലാത്ത സംഭവം ആയിക്കോട്ടെ, ഇനി ഇല്ലാത്ത സംഭവം വെക്കുക, ഇബ്നു കസീർ തെറ്റിയാന്ന്. എന്നാലും ഈ സംഭവം ഈ തഫ്സീർ കൊടുക്കുമ്പോൾ ഈ ആയത്ത് മരണാനന്തരം ബാധകമെന്ന് അറിയിക്കുന്നില്ലേ? ഒരായത്തിന്റെ തഫ്സീറിൽ ഒരു ചരിത്രം കൊണ്ടുവരുമ്പോൾ ആയത്തിൽ ബാധകമല്ലാത്ത ഒരു ചരിത്രം കൊണ്ടുവരും. അപ്പൊ ഇബ്നു കസീർ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഈ ആയത്ത് മരണാനന്തരവും ബാധകമാണ്. അതാണ് നമ്മൾ തെളിവ്. അല്ലാതെ ഈ സംഭവം അല്ല. ഈ സംഭവം ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചു വരേണ്ട ആവശ്യമില്ല. ഇബ്നു കസീർ തങ്ങൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു? മരണാനന്തരവും ഇത് ബാധകമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ പറയുന്ന ശേഷം പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട്, ഈ സംഭവം മരണാനന്തരമാണ്, ഇത് സിർക്കാണ് എന്ന് വിശദീകരിക്കല്ലോ. എനിക്കൊരു സാന്ദർഭികമായിട്ടുള്ളൊരു ചോദ്യം, പലപ്പോഴും ഈ ഒരു ബുഖാരിയിലുണ്ടോ എന്നുള്ള ചോദ്യം മാത്രം ചോദിക്കുന്നത് പലപ്പോഴും ചില പ്രഭാഷണത്തിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ബുഖാരി പല ഹദീസുകളും എഴുതി തള്ളുന്നതും നമ്മൾ കാണാറുണ്ട്. സമ്മേളനം കൂടി ഇന്ന് നമ്മൾ 100 എണ്ണം ഇത്ര കോഴിക്കോട് സമ്മേളനത്തിലൊക്കെ കുറേ ഹദീസുകൾ എഴുതി തള്ളി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മറ്റ് ഹദീസുകളൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പ്രധാന കാരണം എന്താ? ബുഖാരിയെ മാത്രം
പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് എങ്ങനെയാണത്? അതിൻ്റെ ഒരു വസ്തുത വേറൊരു തലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവർ പറയുന്നത് ഇപ്പോൾ സ്വഹീഹായ ഹദീസുകൾ മാത്രം സ്വീകരിക്കാൻ പറ്റുന്നില്ല. ബുഖാരി തന്നെ ലൈഫുണ്ടെന്ന് അവരിപ്പോൾ വാദം തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മളതൊന്നിപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായ സ്വഹീഹായ ഹദീസുകളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കുക. 10,000-ൽ താഴെ വരും. 10,000 ഇല്ല, ഒരു എക്സ്ട്രീം ലെവൽ പറയാണ്. 10,000-ൽ താഴെ സ്വഹീഹായ ഹദീസ് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്വഹീഹ നമ്മൾ വിലയിരുത്തുമ്പോൾ അപ്പോൾ അതേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷമാണ് നുബുവത്ത് കിട്ടിയ ശേഷം ജീവിച്ചത്. ഈ 23 നബിതങ്ങളുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദ ഹദീസാണല്ലോ. അപ്പം നബിതങ്ങളുടെ ഈ 23 വർഷത്തേക്ക് 10,000 ഹദീസുകളേ ഉള്ളൂ എങ്കിൽ ഒരു ദിവസം മാക്സിമം പോയ നബിതങ്ങൾ ഒരു 3 കാര്യങ്ങളെ പറയൂ, അല്ലെങ്കിൽ ഒരു 3 കാര്യങ്ങളെ ചെയ്യൂ അല്ലേ? കാരണം ഹദീസുകൾ ഇത്രയേ ഉള്ളൂ, ഇത് മാത്രമേ സ്വയം ഹദീസ് ഉള്ളൂ എന്ന് വന്നാൽ, ഇത്രയേ ഉള്ളൂ എന്ന് വന്നാൽ ഒരു ദിവസത്തിൽ നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, പിന്നെ അന്ന് വാക്കുകളില്ല, പ്രവൃത്തിയില്ല, മൗനാനുവാദം കൊടുക്കുന്നില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ 5-6 പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പരിപാടി ഇല്ല, ഇങ്ങനെ വെക്കേണ്ടി വരും. കാരണം ആകെ ലഭ്യമായ സ്വഹീഹ ഹദീസുകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്വഹീഹ ഹദീസ് എന്ന് പറയുന്നിടത്ത് തന്നെ ബുഖാരി ഇമാം എപ്പോഴാണ് ഈ ഗ്രന്ഥം ക്രോഡീകരിക്കുന്നത്, അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടെ ഇസ്ലാമിക പഠനങ്ങൾ നടന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പഠനം നടത്താത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു അബദ്ധവാദം ഇവർ ഉന്നയിക്കുന്നത്. മദ്ഹബുകളൊക്കെ ക്രോഡീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഹദീസുകളുടെ ക്രോഡീകരണം നടക്കുന്നത് പോലുള്ള ചരിത്രങ്ങൾ ഇവർ പഠിക്കുന്നില്ല. ഇവർ ജനങ്ങളോട് ചോദിക്കുന്നത് സ്വഹീഹ ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് സ്വഹീഹ ഹദീസ് ഉണ്ടോ എന്നാണല്ലോ ചോദിക്കുന്നത്. എന്താണ് ഈ സ്വഹീഹ ഹദീസ് എന്നോ എപ്പോഴാണ് ഹദീസിന്റെ ക്രോഡീകരണങ്ങൾ നടന്നതെന്നോ ഇതിനെക്കുറിച്ച് പ്രാഥമികമായ ഒരറിവില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏറ്റവും സിമ്പിളായ ഒരു വിഷയത്തെ അതിന്റെ ഉപരിപ്ലവത്തിലൂടെ മാത്രം അത് നമുക്ക് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് സംഭവം. പക്ഷെ നമ്മളെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് നമ്മളത് കൂടുതൽ വിശദീകരിക്കണം. ആവശ്യത്തിന് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് സംഭവത്തിൽ ഹദീസ് അവർ സ്വീകരിക്കുന്ന അവരുടെ അടിസ്ഥാനം അനുസരിച്ച്, അവരുടെ ഉസൂൽ അനുസരിച്ച് കൊണ്ട് നിലവിൽ അവർക്ക് ബുഖാരി അംഗീകരിക്കാൻ പറ്റൂല. അവരുടെ ഉസൂൽ അനുസരിച്ച് പോകണം, ബുഖാരിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. മാത്രമല്ല അവർ തള്ളുന്ന ലൈഫ് ഹദീസുകൾ അവർ തള്ളുന്നത് അതിനും ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സമയങ്ങൾ അതിൽ കൂടുതലെടുക്കും. നമ്മുടെ മങ്കൂസ് മൗലൂദുമായി ബന്ധപ്പെട്ടതാണ് ഒരു ആരോപണങ്ങൾ വ്യാപകമായി നടക്കുന്ന ഒരു ആരോപണം, അതുകൂടി നമുക്ക് ചർച്ച ചെയ്യാം, നമ്മൾ ടൈമിനുള്ളിൽ അത് വരണമല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് അവർ പറയുന്ന ഒരു വിഷയമാണ്, നമ്മളെ 3-ാമത്തെ ഹദീസ് വായിച്ചാൽ അതിൽ എന്ന് തുടങ്ങുന്ന ബെയ്ത്തുണ്ട്. ഈ ബെയ്ത്ത് നേരെ ബിംബങ്ങളെയാണ് വിളിക്കുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മള് റസൂൽ തന്നെ വിളിക്കാൻ പറ്റുമോ ചർച്ചയാണ്. അവരുടെ ആഘോഷ ദിവസങ്ങൾ, ഈദ്, അവരുടെ പെരുന്നാൾ, ആ പെരുന്നാൾ ദിവസങ്ങളിൽ ബിംബങ്ങൾക്ക് ചുറ്റും അവരുടെ വലിയ വലിയ ആളുകൾ ഉണ്ട്, അവർക്ക് നിൽക്കുന്ന ബിംബങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് ചർച്ച. അപ്പൊ ബിംബങ്ങളെ മക്കാ മുശ്രിക്കുകൾ വിളിച്ചതുപോലെ നേരെ ബിംബങ്ങൾ വിളിക്കുന്ന മൗലിദാണ് മങ്കൂസ് മൗലിദ്. അടുത്ത ഭയങ്കര വലിയ ആരോപണം അതാണ്, ഒരു പള്ളിന്റെ നാട് വിളിച്ചിട്ട് ബിംബങ്ങൾ വിളിച്ചിട്ട് സഹായം തേടിയാണ് മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശരിയാണ്. ഇനിയിപ്പോ അതിന്റെ ഖുർആൻ പരിഭാഷ നോക്കണ പോലെ അതിന്റെ പരിഭാഷ നോക്കിയാൽ അതന്നെയാണ് സംഭവം. ബിംബങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുന്നത് അത് നമ്മൾ ചോദിക്കല്ല മാത്രം, ചരിത്രത്തെ ഉദ്ധരിക്കാണ് അവിടെ ചെയ്യുന്നത്. അവർ ചെയ്ത ഒരു ചരിത്രത്തെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭോജാതനായപ്പോ വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നു. അതിൽപ്പെട്ടതായിരുന്നു ആ ബിംബങ്ങളൊക്കെ തലകുത്തി വീഴുക. നബിതങ്ങൾ നബിയായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. നബിതങ്ങൾ ജനിക്കുന്നത് നാട്ടിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന പോലെ അവരെ കണക്കിലുള്ളൂ. ഈ കുട്ടി ആരാണ്, ഇങ്ങനെ ആളെ ഒന്നും അറിയില്ലല്ലോ. ഇവരെ ബിംബങ്ങൾ നേരെ വെച്ചാൽ തലകുത്തി വീഴുക, എങ്ങനെ വെച്ചാൽ തലകുത്തി വീഴുക, അത് തല പൊട്ടി പോകുക. ഒരു അത്ഭുതം. അതെ, ഒരു മഹാത്ഭുതമാണ്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ തലകുത്തി ബിൽഡിംഗ് ഒക്കെ മറിഞ്ഞു വീഴാൻ നമ്മൾ എന്താണ് ആലോചിക്കല്ലോ. ഈ മറിഞ്ഞു വീകലും തലകുത്തലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിന് സംഭവം എന്താണെന്ന് അറിയണില്ല. ഈ കുട്ടി ഇങ്ങനെ ഒരു നബിയാണെന്ന് കണ്ടാൽ അവർക്ക് ഏറ്റവും ചുരുങ്ങി അവർക്ക് സാഹിറാണെന്നെങ്കിൽ പറയാം. നബിതങ്ങൾ നബിയായതിന് ശേഷം അത്ഭുതങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു, എന്ത് സിഹിറാണ്, സിഹിറുക്കല്ലോ, അത് ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും പറയാൻ ചാൻസ് ഇല്ല. അത് ആരാ കുട്ടിയൊന്നും അറിയില്ല. ആമിന ബി ഒരു കുട്ടീനെ പ്രസവിച്ചല്ലേ അവരെ കണക്കിലുള്ളൂ. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷയം എന്താണ്, ബിംബങ്ങൾക്ക് എന്ത് പറ്റി? കാരണം ബിംബങ്ങളെ വിളിച്ചിട്ടാണ് അവർ സാധനം ചോദിക്കണേ. ആ ദൈവങ്ങൾ തന്നെ വീണ് ഒടയാണ്. പിന്നെ ദൈവങ്ങളെ സംരക്ഷിക്കാൻ ഇവർ പോകേണ്ട ഒരു ഘട്ടമാണ്. അപ്പൊ ആ സങ്കടപ്പെട്ടുകൊണ്ട് അവർ വിളിക്കുന്ന ഒരു വിളിയാണത്. ആ ചരിത്രം എടുത്ത് ഉദ്ധരിക്കുകയാണ് എന്ത് ചെയ്യണത് മങ്കൂസ് മൗലിദ്. അതായത് അതിന്റെ തൊട്ട് മുമ്പ് നോക്കിയാൽ ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന് പറയുന്ന അന്നത്തെ മുശ്രിക്കുകളുടെ നേതാവ്, അയാൾ പിന്നെ മുസ്ലിം ആയില്ല എന്നൊക്കെ ചരിത്ര ചർച്ചകളുണ്ട്. ഏതായാലും അത് പാടുമ്പോൾ അയാൾ മുശ്രിക്കാണ്. കാരണം വഖദ് അൻസദ വ ഖൽബുഹു യസ്ലാ ബിന്നാർ, ഹൃദയം നരകവുമായി ബന്ധിച്ചുകൊണ്ട് അയാൾ പാടി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ് വഖദ് അൻസദ, അദ്ദേഹമാണ് ഈ പാട്ട് പാടുന്നത്.
അദ്ദേഹം പാടി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത് ഒരു ഉദ്ധരണിയായിട്ട് ഒരു ഈ ഉദ്ധരിക്കുകയാണ്. പാട്ട് കൊടുക്കണത്. ഒരു കവിത ഉദ്ധരിച്ചു. ഉദാഹരണത്തിന് ഉം. നമ്മൾ ഖുർആൻ എടുക്കുക, ഖുർആൻ ഒരു ആയത്ത് കാണാം, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. സ്വർഗത്തിൽ ജൂതന്മാരോ നസാറോക്കളോ അല്ലാതെ ആരും പ്രവേശിക്കൂല എന്ന് ഖുർആൻ ആയത്തിന്റെ അറിയാം. അപ്പൊ മുസ്ലിങ്ങൾ കിടക്കൂല, ആര് മാത്രമേ കിടക്കുള്ളൂ? ജൂതനോ ജൂതനോ ക്രൈസ്തവനോ നസാറ. ലൻ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ തീർച്ചയായും എന്ന് കിടന്ന തീർച്ചയായും സ്വർഗത്തിൽ സംഖ്യയില്ല. പ്രവേശിക്കൂല. ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതനോ നസാറോ അല്ലാതെ ഉണ്ടാവും. ഇങ്ങനെ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും? അതിന് തൊട്ട് മുമ്പ് എന്തുണ്ട്? കാലു, ജൂതന്മാർ പറഞ്ഞുണ്ട്. പറയുന്നുണ്ട്. ജൂതന്മാർ പറഞ്ഞു എന്നാണ് ഈ ഖുർആൻ ഉദ്ധരിക്കണേ. ഈ കാലു അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാർ മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ, നസാറാക്കളും ജൂതന്മാർ ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്ത് കിടക്കൂ ഖുർആനിൽ പറയാം. എന്നതുപോലെ വക്കത് അൻസദ, അദ്ദേഹം പാടിയെന്നുണ്ട്. പാടി എന്നിട്ടാണ് ഈ പാട്ട് കൊടുക്കണേ. ഈ പാടി എന്നുള്ള ചരിത്രം പറയാതെ പാട്ട് മാത്രം കൊടുത്ത വലിയ അപകടമല്ലേ അത്? നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ന് പറയാതെ ഇന്റേതായിട്ട് അത് ഉദ്ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ അപകടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാരുടെ കാവ്യ ഉദ്ധരണിയാണെന്ന് പറയില്ല. ഇങ്ങനൊരു കവിതയാണ് ഇതിലുള്ളത്. അതാണ് ഇവർ ചൊല്ലുന്നത്. പള്ളിയിൽ വെച്ചിട്ട് ബിംബങ്ങളെ വിളിക്കുകയാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇങ്ങനെ അല്ല എന്ന് അർത്ഥം പറയാൻ ആർക്കോ ധൈര്യം ഉണ്ടോ? അർത്ഥം അതല്ല എന്ന് ആരും പറയുന്നില്ല. ആര് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ വിഷയം. അത് അവരെന്ത് ചെയ്യും? ഹൈഡ് ചെയ്തിട്ട് അത് ഹൈഡ്. കാരണം അത് ഹൈഡ് ചെയ്തില്ലെങ്കിൽ ഇവരെ വാദം പൊളിഞ്ഞു. ഇവർക്ക് ജനങ്ങളൊന്ന് എന്ത് ചെയ്യണം? ഒരു അങ്കലാപ്പിലാക്കണം, അതെ, അവരുടെ അതെ. കൂട്ടത്തിലേക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ തെറ്റിദ്ധാരണ. കഴിഞ്ഞ വീഡിയോയിലേ വഹാബികളെ ഉദ്ധരണി വായിച്ചല്ലോ. ഉം. ആ കൂട്ടത്തിൽ സുഹൈൽ ചുങ്കത്തറ പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ഉം. എന്ത് പറഞ്ഞു? നബിദിനം കഴിക്കുക എന്നുള്ളത് കൊള്ള നടത്തുന്നതിനേക്കാളും പിന്നെ വെട്ടിപ്പിനേക്കാളും വലിയ തെറ്റാണ്. തെറ്റാണ്. ഇത് സുഹൈൽ ചുങ്കത്തറ പറഞ്ഞു എന്നുള്ളത് വട്ടി ചെയ്തിട്ട് വഹാബൈത്തമി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉണ്ടാവും. Same. ഇതാണ് പരിപാടി. ഇതാണ് നടക്കുന്നത്. ഇതാണ് ഇതാണ് നടക്കുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു എപ്പിസോഡ് കൂടി നമ്മൾ പിന്നിടുമ്പം ഒരുപാട് നുണകൾ ഒരു സാധാരണക്കാർക്കിടയിൽ എങ്ങനെയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ളതിൻ്റെ കൃത്യമായ വിവരണങ്ങളാണ് നമ്മളിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.